പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, ഒരു പങ്കാളിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പങ്കാളിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിലെ ഏറ്റവും അവസാനത്തെ അഡ്ജസ്റ്റ്മെൻറ്റാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിലേക്ക് പുതുതായി ഒരു പങ്കാളിക്ക് പ്രവേശനം നൽകിയതിന് ശേഷം പഴയ പങ്കാളികൾ അവരുടെ ക്യാപിറ്റൽ അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മൂലധനം ക്രമീകരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കാറുണ്ട്. പുതിയ പങ്കാളി അയാൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ഷെയറിന് ആനുപാതികമായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുപോലെ നിലവിലുള്ള പങ്കാളികൾ അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോക്ക് ആനുപാതികമായി അവരുടെ ക്യാപിറ്റലും അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രമീകരിക്കാൻ തീരുമാനമെടുക്കാറുണ്ട്. അതിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ദി അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ദി ക്യാപിറ്റൽ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് മേ ബി അഡ്ജസ്റ്റഡ് പ്രൊപ്പോർഷനേറ്റ് ടു ദിയർ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. അഡ്മിഷന് ശേഷം എല്ലാ പങ്കാളികളും അവരുടെ ക്യാപിറ്റൽ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോക്ക് ആനുപാതികമായി അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കാറുണ്ട്. ഇത്തരത്തിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡുകളിലൂടെയാണ്, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ ദി ബേസിസ് ഓഫ് ദി ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ട്ണർ. പുതിയ പങ്കാളി കൊണ്ടുവന്ന ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കി പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഒരു മെത്തേഡ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓൺ ദി ബേസിസ് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഓൾഡ് പാർട്ട്നേഴ്സ്. പഴയ പങ്കാളികളുടെ മൊത്തം ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കി പുതിയ പങ്കാളി കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ എത്രയാണെന്ന് തീരുമാനിക്കുക. ഈ രണ്ട് രീതിയിലാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയ പങ്കാളിയുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കി പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എങ്ങനെ തയ്യാറാക്കാമെന്നും മനസ്സിലാക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓൺ ദി ബേസിസ് ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പുതിയ പങ്കാളിക്ക് പ്രവേശനം നൽകുമ്പോൾ അയാൾക്ക് ഒരു നിശ്ചിത ലാഭവിഹിതവും അയാൾ ആ ലാഭവിഹിതത്തിന് ആനുപാതികമായിട്ട് ഒരു നിശ്ചിത തുക ക്യാപിറ്റലും കൊണ്ടുവരുന്നു. അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിനെയും അയാളുടെ പ്രോഫിറ്റ് ഷെയറിങ്ങിനെയും അടിസ്ഥാനമാക്കി പഴയ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ ഇവിടെ പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പഴയ പങ്കാളികളുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആ കണ്ടെത്തുന്നത് പുതിയ പങ്കാളിയുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ പുതിയ പങ്കാളിയുടെ ക്യാപിറ്റലിനെയും അയാളുടെ പ്രോഫിറ്റ് ഷെയറിനെയും അടിസ്ഥാനമാക്കി പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ കാര്യങ്ങളും ഒരു പ്രത്യേക സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയില്ലെങ്കിലും നമ്മളെ പഠന
അർത്ഥം ഞാൻ അതിനെ വിവിധ സ്റ്റെപ്സുകളിലായിട്ടാണ് നിങ്ങൾക്ക് വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം. പുതിയ പങ്കാളി കൂടി ഉൾപ്പെട്ട ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തുന്നത് പുതിയ പങ്കാളിയുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ പുതിയ പങ്കാളിയുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കി നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് താഴെ നൽകിയിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം ഈക്വൽ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഹിസ് ഷെയർ. പുതിയ പങ്കാളിയുടെ ക്യാപിറ്റലിനെ അയാളുടെ ഷെയറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഉദാഹരണമായി പുതിയ പങ്കാളിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 രൂപയും അയാളുടെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 1/4 ആണെന്നിരിക്കട്ടെ. 1/4 അയാൾക്ക് ഷെയർ നൽകുന്നത്. അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ 10,000 ആണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്താം? 10,000 ഇൻറ്റു അയാളുടെ ഷെയറിന്റെ റെസിപ്രോക്കൽ. അപ്പൊ 1/4 റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ആ അംശവും ഛേദവുമാണല്ലോ. അംശം മുകളിലും ഛേദം താഴെയുമാണ് അല്ലേ? നോമിനേറ്ററും ഡിനോമിനേറ്ററും. അതിനെ തല തിരിച്ചിടുക. അപ്പൊ 1/4 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 4/1. അപ്പൊ 1/5 റെസിപ്രോക്കലോ 5/1. 1/7 റെസിപ്രോക്കൽ എത്രയായിരിക്കും? 7/1 അല്ലേ? 1/3 റെസിപ്രോക്കൽ 3/1. അപ്പോൾ അത് വഴിയെ നമുക്ക് ഒരു പ്രോബ്ലം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തി. ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്താൻ എങ്ങനെയാണ്? ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ അയാളുടെ ഷെയറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്മൾ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തണം. പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എങ്ങനെയാണ് കണ്ടെത്തുക എന്നെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഒരു പുതിയ പങ്കാളി വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തുന്നത്. അപ്പോൾ അതിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പുതിയ പങ്കാളിയെ കൂടി ഉൾപ്പെടുത്തിയതിന് ശേഷമുള്ള പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ന്യൂ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഇനി നമുക്ക് ഇവിടെ പഴയ പങ്കാളിയുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കി പുതിയ പങ്കാളിയുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കി പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ പങ്കാളികളുടെ റിക്വയർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ന്യൂ ക്യാപിറ്റൽ കണ്ടെത്തണം. പഴയ പങ്കാളികൾക്ക് വേണ്ട പുതിയ ക്യാപിറ്റൽ എത്രയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. പഴയ പങ്കാളികളുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്തുക. ആ പുതിയ ക്യാപിറ്റൽ കണ്ടെത്താൻ ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ ക്യാപിറ്റൽ. പഴയ പങ്കാളിയുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ കണ്ടെത്തിയ ടോട്ടൽ ക്യാപിറ്റലിനെ അവരുടെ പുതിയ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ പുതിയ ഷെയർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ പുതിയ ഷെയർ എങ്ങനെ കിട്ടും? തൊട്ട് മുമ്പ് നമ്മൾ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റലിനെ അവരുടെ പുതിയ ഒരു ഉദാഹരണം എ എന്ന പങ്കാളിയുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി ടോട്ടൽ ക്യാപിറ്റലിനെ എയുടെ പുതിയ ഷെയറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ഓരോ പഴയ പങ്കാളികളുടെയും പുതിയ ക്യാപിറ്റൽ എങ്ങനെ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 കാൽക്കുലേറ്റ് ദി adjusted capital of old partners by preparing partners capital account. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി ഓരോ പഴയ പങ്കാളികളുടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആക്ച്വൽ ക്യാപിറ്റൽ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ വലിയ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾക്കറിയാം, നമ്മൾ പുതിയ പങ്കാളിയെ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കും, പിന്നീട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കും അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിലെന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും? ഗുഡ് വില്ലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റും റീവാലുവേഷൻ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. അത്തരത്തിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷമുള്ള ക്യാപിറ്റലിനെയാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി ആ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്,
ആ ക്ലോസിംഗ് ബാലൻസിനെയാണ് ഇവിടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആക്ച്വൽ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് യഥാർത്ഥ പഴയ പങ്കാളികളുടെ യഥാർത്ഥ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടെത്തുക. പലപ്പോഴും നമ്മൾക്ക് നൽകിയിട്ടുള്ള പ്രോബ്ലത്തിൽ ഇത്തരത്തിലുള്ള ആക്ച്വൽ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്, പഴയ പങ്കാളികളുടെ യഥാർത്ഥ ക്യാപിറ്റൽ നൽകിയിട്ടുണ്ടാവും. നമ്മൾ കണ്ടെത്തേണ്ടിയൊന്നും ആവശ്യം ഉണ്ടാവില്ല. എങ്കിലും ചില എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതേപോലെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഉൾക്കൊള്ളിച്ചതുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയാൽ ലഭിക്കുന്ന ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അവരുടെ പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റിന് ശേഷമുള്ളത്. അതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആക്ച്വൽ ക്യാപിറ്റൽ, അവരുടെ യഥാർത്ഥ ക്യാപിറ്റൽ. അപ്പൊ തൊട്ടു മുമ്പ് കണ്ടെത്തിയ ന്യൂ ക്യാപിറ്റലോ അത് ആവശ്യമുള്ള ക്യാപിറ്റൽ, ഇനി വേണ്ട ക്യാപിറ്റൽ, അവരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ കണ്ടെത്തിയ പുതിയ ക്യാപിറ്റലാണത്. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ പഴയ പങ്കാളികളുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്തി, അവരുടെ യഥാർത്ഥ ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് by comparing the new capital with their adjusted or actual capital. ഇനി നമ്മൾ മുമ്പ് കണ്ടെത്തിയ പുതിയ ക്യാപിറ്റലും ഓരോ പഴയ പങ്കാളികളുടെ പുതിയ ക്യാപിറ്റലും അവരുടെ യഥാർത്ഥ ക്യാപിറ്റലും താരതമ്യം ചെയ്ത് അത് കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടെത്തുക. സർപ്ലസ് ആണോ, എക്സസ് ആണോ, അല്ലെങ്കിൽ അധികമാണോ, ഡെഫിസിറ്റ് കുറവാണോ അല്ലെങ്കിൽ കമ്മിയാണോ എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഉദാഹരണമായി യഥാർത്ഥ ക്യാപിറ്റൽ, ഒരാളുടെ ആക്ച്വൽ ക്യാപിറ്റൽ 20,000 വേണ്ട ക്യാപിറ്റൽ 15,000 വിചാരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾക്ക് 20,000 ഉണ്ട്, ന്യൂ ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 15,000 ഉള്ളൂ. അപ്പോൾ 5,000 രൂപ അധികമാണ് അല്ലേ, അവരുടെ ക്യാപിറ്റൽ അധികമാണ്. എന്നാൽ മറ്റൊരു രീതിയിലാവാം. ഉദാഹരണം, അയാളുടെ ആക്ച്വൽ ക്യാപിറ്റൽ 20,000 എന്നാൽ അയാളുടെ ന്യൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ക്യാപിറ്റൽ, ന്യൂ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 അപ്പൊ യഥാർത്ഥത്തിൽ എത്രയേ ഉള്ളൂ? 20,000 ഉള്ളൂ, വേണ്ടത് 30,000. അപ്പൊ 10,000 രൂപ എന്താണ്? കുറവാണ്. അപ്പൊ ഇങ്ങനെ ആക്ച്വൽ ക്യാപിറ്റലിനെ ന്യൂ ക്യാപിറ്റലുമായിട്ട് താരതമ്യം ചെയ്ത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടെത്തുക. അപ്പൊ ഇങ്ങനെ കണ്ടെത്തിയതിന് ശേഷം, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കണ്ടെത്തിയ സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് ജേണൽ എൻട്രി തയ്യാറാക്കണം. സർപ്ലസ് ആണ്, അധികമാണെങ്കിൽ, പഴയ പങ്കാളികൾ ക്യാപിറ്റലിൽ അധികമാണെങ്കിൽ അവ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റലിന്റെ എക്സസ് ആണോ അല്ലെങ്കിൽ കമ്മിയാണെങ്കിൽ അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? പ്രധാനമായും ഇത്തരത്തിൽ സർപ്ലസോ ഡെഫിഷ്യൻസിയോ കണ്ടെത്തി കഴിഞ്ഞാൽ 2 രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് കേസ് അഡ്ജസ്റ്റ്മെന്റ് ത്രൂ ക്യാഷ്, ക്യാഷ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ക്യാഷ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർപ്ലസ് ആണെങ്കിൽ, അധികമാണെങ്കിൽ ആ പങ്കാളി അത് പിൻവലിക്കുന്നു. അയാൾ എത്രയാണോ അധികമുള്ള തുക, അയാളുടെ യഥാർത്ഥ ക്യാപിറ്റൽ എത്രയാണോ കൂടുതലുള്ളത്, ആ കൂടുതലുള്ളത് അയാൾ പിൻവലിക്കുന്നു, വിഡ്രോ ചെയ്യുന്നു. ഇനി മറ്റൊരു രീതി, അത് ഇനി അത് കൂടുതലല്ല, കുറവാണെന്ന് വിചാരിക്കുക. ഡെഫിഷ്യൻസിയാണ്, ക്യാപിറ്റൽ കുറവാണെങ്കിലോ ക്യാപിറ്റലിലൂടെ ക്യാഷ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണോ കുറവുള്ള തുക അയാൾ കൊണ്ടുവരുന്നു, ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു. അതാണ് അഡ്ജസ്റ്റ്മെന്റ് ത്രൂ ക്യാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ത്രൂ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഈ എക്സസ് അല്ലെങ്കിൽ സർപ്ലസ് ആണെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നു, ഡെഫിഷ്യൻസി ആണെങ്കിൽ അത്രയും തുക അയാൾ ബ്രിങ് ഇൻ അല്ലെങ്കിൽ ബ്രോട്ട് ഇൻ ബൈ ദി ഓൾഡ് പാർട്ട്ണർ, പഴയ പങ്കാളി അത്രയും തുക അയാൾ കൊണ്ടുവരുന്നു. ഇതാണ് ഒരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ത്രൂ കറന്റ് അക്കൗണ്ട്. ഇനി ഇപ്പൊ ക്യാഷ് കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നതിന് പകരമായി കറന്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എക്സസ് ആണെങ്കിലും ഡെഫിഷ്യൻസി ആണെങ്കിലും അത് കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റും ഡെബിറ്റും ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് അഡ്ജസ്റ്റ്മെന്റ് ത്രൂ കറന്റ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും അതിന്റെ ജേണൽ എൻട്രി ഇനി നമ്മൾ മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ കറന്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ജേണൽ എൻട്രി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ എപ്പോഴാണ് സർപ്ലസ് ഉണ്ടാവുന്നത്? ഒരു
ക്യാപിറ്റലിൽ സർപ്ലസ് എക്സസ് അധികം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഒരാളുടെ ആക്ച്വൽ ക്യാപിറ്റൽ, യഥാർത്ഥ ക്യാപിറ്റൽ അയാളുടെ ന്യൂ ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിൽ, അല്ലേ? ഞാൻ മുമ്പ് ഉദാഹരണത്തിൽ പറഞ്ഞു, അയാളുടെ ആക്ച്വൽ ക്യാപിറ്റൽ 30,000 ന്യൂ ക്യാപിറ്റൽ 20,000 ആണ്. അപ്പൊ നമുക്കറിയാം 10,000 രൂപ കൂടുതലാണ്, അല്ലേ? എന്നാൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരാളുടെ ആക്ച്വൽ ക്യാപിറ്റൽ ന്യൂ ക്യാപിറ്റലിനേക്കാളും കുറവാണെങ്കിൽ. മറ്റൊരു ഉദാഹരണത്തിൽ ഒരാളുടെ യഥാർത്ഥത്തിൽ അയാൾക്ക് 20,000 ക്യാപിറ്റൽ ഉള്ളൂ, എന്നാൽ ന്യൂ ക്യാപിറ്റൽ, വേണ്ട ക്യാപിറ്റൽ എത്രയാണ്? 25,000 ആണ്. അപ്പൊ എത്ര രൂപയുടെ കുറവുണ്ട്? 5,000 രൂപ കുറവുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സർപ്ലസും ഡെഫിഷ്യൻസിയും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സർപ്ലസും ഡെഫിഷ്യൻസിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡിലൂടെയാണ്. ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ത്രൂ ക്യാഷ്, മറ്റൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ത്രൂ കറന്റ് അക്കൗണ്ട്. ഇനി ഈ ക്യാഷ് ആയിട്ടും കറന്റ് അക്കൗണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ട ജേണൽ എൻട്രി എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ജേണൽ എൻട്രീസ് ഫോർ ദി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് ആൻഡ് ഓർ ഡെഫിഷ്യൻസി ത്രൂ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിലൂടെയാണ് സർപ്ലസും ഡെഫിഷ്യൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി എന്താണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് കേസ്, ഇഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ മോർ ദാൻ ഹിസ് റിക്വയർഡ് ക്യാപിറ്റൽ, അയാളുടെ യഥാർത്ഥ ക്യാപിറ്റൽ അയാളുടെ ന്യൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ സർപ്ലസ് അല്ലെങ്കിൽ എക്സസ് ആണെങ്കിൽ അത്രയും തുക വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഉദാഹരണം പോലെ തന്നെയാണ്. ഒരാളുടെ യഥാർത്ഥ ക്യാപിറ്റൽ, ആക്ച്വൽ ക്യാപിറ്റൽ അയാളുടെ റിക്വയർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ന്യൂ ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിൽ അപ്പോൾ സർപ്ലസ് ആണ്. ആ തുക അയാൾ പിൻവലിക്കും. കൂടുതലുള്ളത് അയാൾ തിരികെ കൊണ്ടുപോകും, പിൻവലിക്കും. അതിന്റെ ജേണൽ എൻട്രിയെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്, അല്ലേ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അയാൾ അധികമുള്ള ക്യാപിറ്റൽ പിൻവലിക്കും. ഇനി ഇത് സർപ്ലസിന്റെ കേസിൽ. ഇനി ഡെഫിഷ്യൻസി ആണെങ്കിൽ, ഡെഫിഷ്യൻസി എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരാളുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ, അയാളുടെ നിലവിലുള്ള ആക്ച്വൽ ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ ഹിസ് റിക്വയർഡ് ക്യാപിറ്റൽ, അയാൾക്ക് വേണ്ട ക്യാപിറ്റലിനേക്കാളും അയാളുടെ യഥാർത്ഥ ക്യാപിറ്റൽ കുറവാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ കമ്മിയാണ് എങ്കിൽ എത്രയാണോ കുറവുള്ളത് അത്രയും തുക അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അപ്പൊ ഇപ്പോൾ 20,000 ഉള്ളൂ, വേണ്ടത് 25,000 ആണെങ്കിൽ 5,000 കുറവുണ്ട്. ആ 5,000 രൂപ അയാൾ വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവരണം. അപ്പോൾ പുതുതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രി നമ്മൾ മുമ്പ് മനസ്സിലാക്കിയത് തന്നെയാണ്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ത്രൂ ക്യാഷ്. ക്യാഷ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ക്യാഷ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സർപ്ലസ് ആണെങ്കിൽ അധികമുള്ള തുക പിൻവലിക്കുകയും ഡെഫിഷ്യൻസി ആണെങ്കിൽ എത്രയാണോ കുറവുള്ളത് ആ കുറവുള്ള തുക ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് ത്രൂ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അതിന്റെ ജേണൽ എൻട്രി നമ്മൾ വിശദീകരിച്ചു. ഇനി മറ്റൊരു രീതിയിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി, അഡ്ജസ്റ്റ്മെന്റ് ത്രൂ കറന്റ് അക്കൗണ്ട്. ഇനി കറന്റ് അക്കൗണ്ടിലൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ ജേണൽ എൻട്രിയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഉദാഹരണം സർപ്ലസിന്റെ കേസിൽ, സർപ്ലസ് ആണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി? നമ്മൾ ക്യാഷ് ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അല്ലേ? എന്നാൽ കറന്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട്, ഇങ്ങനെ ജേണൽ എൻട്രി കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് ആയിട്ടാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, കറന്റ് അക്കൗണ്ടിലൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട്. ഉദാഹരണമായി എയുടെ ക്യാപിറ്റൽ ആണ് കൂടുതലെങ്കിലോ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എസ് കറന്റ് അക്കൗണ്ട്. ഇനി ഡെഫിഷ്യൻസി ആണെങ്കിലുള്ള ജേണൽ എൻട്രി, ക്യാഷ് ആയിട്ടാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്തായിരുന്നു ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കറന്റ് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് പകരം അവിടെ കറന്റ് അക്കൗണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ സർപ്ലസ് ആകുമ്പോൾ കറന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, അല്ലേ? ഡെഫിഷ്യൻസി ആകുമ്പോൾ കറന്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? സർപ്ലസ് ആകുമ്പോൾ കറന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, ഡെഫിഷ്യൻസി ആകുമ്പോൾ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന കേസിൽ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കുക. അതായത് ഇഫ് കറന്റ് അക്കൗണ്ട് ഷോ ക്രെഡിറ്റ് ബാലൻസ്, ഉദാഹരണം ഫസ്റ്റ് കേസ്, അല്ലേ? സർപ്ലസ് ആകുമ്പോൾ കറന്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ആ കറന്റ് അക്കൗണ്ട്
അപ്പോൾ എയുടെ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് പുറമെ കറണ്ട് അക്കൗണ്ട് കൂടി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കണം. ഇനി രണ്ടാമത്തെ കേസ് ഡെഫിസിറ്റ് കേസിൽ കറണ്ട് അക്കൗണ്ട് എന്താ ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇഫ് കറണ്ട് അക്കൗണ്ട് ഷോ എ ഡെബിറ്റ് ബാലൻസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പൊ കറണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ലയബിലിറ്റി സൈഡിലും ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അസറ്റ് സൈഡിലും നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ? ആ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ രണ്ട് രീതിയിലുണ്ട്. അതിൽ ഓൺ ദി ബേസ് ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, പുതിയ പങ്കാളിയെ അടിസ്ഥാനമാക്കി ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചത്. അതിൻ്റെ സ്റ്റെപ്സുകളും അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഷാനു ആൻഡ് വിനു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദി റേഷ്യോ ഓഫ് 2:1. Radha is admitted into the firm for 1/4 share in profit. Radha bringing rupees 40,000 in respect of her capital. The capital of Shanu and Vinu after all adjustment were rupees 90,000 and rupees 30,000 respectively. It is agreed that partners' capital should be according to the new profit share ratio. Determine the capital of old partners. Also record the necessary journal entries to adjust the capital account. First A through cash account, then B through current account. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഇത്തരത്തിലുള്ള പ്രോബ്ലം ഫൈനൽ എക്സാമിനേഷനൊക്കെ വരാറുണ്ട്. 5 മാർക്കിന് 8 മാർക്കിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധയോടുകൂടി എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഷാനു വിനു പഴയ പങ്കാളികളാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നിട്ടുണ്ട്. അവർ രാധ എന്ന പുതിയ പങ്കാളിയെ 4/1 ഷെയർ നൽകിക്കൊണ്ട് പ്രവേശിപ്പിക്കുകയാണ്. രാധ 40,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഓഫ് ഷാനു ആൻഡ് വിനു ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷമുള്ള ഷാനുവിൻ്റെയും വിനുവിൻ്റെയും ക്യാപിറ്റലും തന്നിട്ടുണ്ട്. ഒരാളുടെ 90,000 മറ്റൊരാളുടെ 30,000 ആണ്. അവരവരുടെ ക്യാപിറ്റൽ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോക്ക് ആനുപാതികമായി അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ കണ്ടെത്തണം, പുതിയ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടെത്തണം. അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ടിലൂടെയും കറണ്ട് അക്കൗണ്ടിലൂടെയും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി തയ്യാറാക്കാനുമാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ പ്രത്യേകിച്ചും പുതിയ പങ്കാളിയെ അടിസ്ഥാനമാക്കി ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ വിശദീകരിച്ചു. ആ സ്റ്റെപ്സുകളിലൂടെ തന്നെ ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം. അതായത് പുതിയ പങ്കാളി കൂടി ഉൾപ്പെട്ട ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്താനാണ് അല്ലേ ആദ്യത്തെ സ്റ്റെപ്പ്. അതിൻ്റെ ഫോർമുലയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു അല്ലേ. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം ഈക്വൽ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഹിസ് ഷെയർ. അപ്പൊ ഇവിടെ പുതിയ പങ്കാളി ആരാണ്? രാധ. രാധയുടെ ക്യാപിറ്റൽ എത്രയാണ്? രാധയുടെ ക്യാപിറ്റൽ 40,000. രാധയുടെ ഷെയറോ? രാധയുടെ ഷെയർ 1/4 അല്ലേ, അതുകൊണ്ട്. അപ്പോൾ രാധയുടെ ഷെയർ തന്നിട്ടുണ്ട്. രാധയുടെ ഷെയറിന്റെ റെസിപ്രോക്കൽ എന്താണ്? റെസിപ്രോക്കൽ ഓഫ് രാധ ഷെയർ, രാധയുടെ ഷെയർ 1/4 ആണെങ്കിൽ ഷെയറിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഛേദവും അംശവും അല്ലേ. അംശവും ഛേദവുമാണ്. ഛേദത്തെ മുകളിലേക്കും അംശത്തെ താഴേക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ തല തിരിച്ചിടുക അല്ലേ. അപ്പോൾ 1/4ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 4/1 ആണ്. അപ്പോൾ 1/5ന്റെയോ 5/1, 1/7ന്റെയോ 7/1 അല്ലേ. അപ്പൊ എന്താണ് റെസിപ്രോക്കൽ എന്നുള്ള കൺഫ്യൂഷൻ തീർന്നല്ലോ. ഓക്കെ, ഇനി അപ്പോൾ രാധയുടെ ഷെയറിന്റെ റെസിപ്രോക്കലും നമ്മൾക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ കാണാം. therefore ടോട്ടൽ ക്യാപിറ്റൽ ഈക്വൽ ടു 40,000 ഇൻറ്റു 4/1 ഈക്വൽ ടു 1,60,000 അല്ലേ. 40,000 ഇൻറ്റു 4, അപ്പോൾ 4 16 1,60,000. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി, കാൽക്കുലേറ്റ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തണം. അപ്പോൾ ഈ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തുന്നത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ
ഓൾഡ് റേഷ്യോ ഷാനു ആൻഡ് വിനു, ഷാനുവിൻ്റെയും വിനുവിൻ്റെയും ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 2:1, ദാറ്റ് ഈസ് 2/3 1/3 അല്ലേ. ഇനി രാധയുടെ ഷെയർ തന്നിട്ടുണ്ട് 1/4. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ പഴയ പങ്കാളികളുടെ പഴയ ഷെയറും പുതിയ ആളുടെ പുതിയ ഷെയറും തന്നു കഴിഞ്ഞാൽ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ പാഠഭാഗം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കുക. നമുക്കറിയാം ടോട്ടൽ പ്രോഫിറ്റിന് 1 എന്ന് വിചാരിച്ചു, ലെറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ഈക്വൽ ടു 1. റിമൈനിങ് ഷെയർ എന്ന് പറഞ്ഞാൽ രാധക്ക് 1/4 ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഷെയർ എന്ന് പറയുന്നത് 1 - 1/4 ദാറ്റ് ഈസ് 3/4 അല്ലേ. അപ്പോൾ റിമൈനിങ് ഷെയർ കണ്ടെത്തുക. ഇനി ഷാനുവിൻ്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാം? ഷാനൂസ് ന്യൂ ഷെയർ ഈക്വൽ ടു ഈ റിമൈനിങ് ഷെയർ ആയിട്ടുള്ള 3/4 അവരുടെ പഴയ ഷെയർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3/4 അവരുടെ ഷാനുവിൻ്റെ പഴയ ഷെയർ എത്രയാണ്? 2/3. അപ്പോൾ അതുകൊണ്ട് ഗുണിച്ചാൽ 6/12 എന്ന് കിട്ടും. ഇതേപോലെ വിനുവിൻ്റെ ഷെയറോ 3/4 അയാളുടെ ഷെയർ എത്രയാണ്? 1/3. അപ്പൊ 3/4 1/3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 3/12 എന്നും കിട്ടും അല്ലേ. ഇനി ഇപ്പോൾ ഷാനുവിൻ്റെ ഷെയർ 6/12, വിനുവിൻ്റെ ഷെയർ 3/12, രാധയുടെ ഷെയർ 1/4 ആണ്. അപ്പൊ രാധയുടെ ഷെയർ 1/4 ആണ്. അതിനെ കൂടി എന്താണ് ഛേദം 1 ആക്കി മാറ്റുക. 1 4 മറ്റ് 2 12 ആണ്. അപ്പൊ ആ 4നെ കൂടി 12 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? 4നെ 3 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പൊ ഈക്വൽ ടു 1 × 3/4 × 3. ഇവിടെ താഴെ 3 കൊണ്ട് ഗുണിച്ചാൽ 12, അപ്പൊ മുകളിൽ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3/12. അപ്പോൾ അവരുടെ പുതിയ റേഷ്യോ എന്തായിരിക്കും? 6/12 is to 3/12 is to 3/12, that is 6:3:3. അതിനെ വീണ്ടും കുറക്കാം. 6ൽ 3 2 തവണ, 3ൽ 3 1 തവണ, 3ൽ 3 1 തവണ. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2:1:1. ഇവിടെ നമുക്ക് ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ അല്ല ഈ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാന ഭാഗം. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുൻ പാഠഭാഗം കണ്ട് മനസ്സിലാക്കി അത് എങ്ങനെയാണ് പുതിയ റേഷ്യോ കണ്ടെത്തുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേറ്റ് ദി ന്യൂ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തി, ന്യൂ റേഷ്യോയും കണ്ടെത്തി. ഇനി ഇത് രണ്ടിനെയും അടിസ്ഥാനമാക്കി പഴയ പങ്കാളികളുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്തണം. പഴയ പങ്കാളികളുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ന്യൂ ക്യാപിറ്റൽ കണ്ടെത്താൻ ടോട്ടൽ ക്യാപിറ്റലിനെ അവരുടെ പുതിയ ഷെയർ കൊണ്ട് ഗുണിക്കുക അല്ലേ. ടോട്ടൽ ക്യാപിറ്റലിനെ ഓരോരുത്തരുടെയും പുതിയ ഷെയർ കൊണ്ട് ഗുണിക്കുക. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? തൊട്ട് മുമ്പ് കണ്ടെത്തി 1,60,000. ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്താണ്? ഷാനു, വിനു, രാധ അല്ലേ, അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി 2:1:1. 2:1:1 എന്ന് പറഞ്ഞാൽ 2/4:1/4:1/4. ഒരാൾക്ക് 2/4, മറ്റൊരാൾക്ക് 1/4, മറ്റൊരാൾക്ക് കൂടി 1/4 അല്ലേ. അപ്പൊ ഇനി ഷാനുവിന്റെ പുതിയ ക്യാപിറ്റൽ കാണാം. ഷാനുവിന്റെ പുതിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? 1,60,000. ആ 1,60,000 അയാളുടെ ഷെയർ പുതിയ ഷെയർ എത്രയാണ്? 2/4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1,60,000 × 2/4 എത്ര കിട്ടുക? 80,000 എന്ന് ലഭിക്കും അല്ലേ. ഇനി ഇതേപോലെ വിനുവിന്റെ ന്യൂ ക്യാപിറ്റൽ എത്രയാണ്? 1,60,000 × അയാളുടെ പുതിയ ഷെയർ 1/4 ആണ്. 1/4 കൊണ്ട് ഗുണിച്ചാൽ 40,000 എന്ന് ലഭിക്കും. അപ്പോൾ പഴയ പങ്കാളികളുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്തി. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, പുതിയ ആളുടെ കണ്ടെത്തണോ? വേണ്ട, പുതിയ ആളുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുതിയ പങ്കാളിയുടെ ക്യാപിറ്റൽ വീണ്ടും കണ്ടെത്തേണ്ട കാര്യമില്ല, അത് മുമ്പ് കണ്ടെത്തിയത് തന്നെയാണ്, മുമ്പ് ക്വസ്റ്റ്യനിൽ തന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പഴയ പങ്കാളികളുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്തി. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സിമ്പിളായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ബൈ പ്രിപ്പയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കി ആക്ച്വൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കണ്ടെത്തുക. അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മളത് കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ആക്ച്വൽ ക്യാപിറ്റൽ അതിനെ പറയുന്നതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷമുള്ള ക്യാപിറ്റൽ.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എത്രയാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ, ആക്ച്വൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഷാനുവിൻ്റെ 90,000 വിനുവിൻ്റെ 30,000. ഇത് ക്വസ്റ്റ്യനിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ നൽകാറാണ് പതിവ്. ഇനി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മളിത് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി എല്ലാ ഗുഡ്വില്ലും റീവാലുവേഷൻ്റെ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അതും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തേണ്ടി വരും. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി സർപ്ലസ് or deficit of old partners by comparing the new capital with their adjusted capital. നമ്മൾ കണ്ടെത്തി അവരുടെ പുതിയ ക്യാപിറ്റൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ അവരുടെ ആക്ച്വൽ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് കൂടുതലാണോ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. ഷാനു, വിനു ഈ രണ്ടുപേരുടെയും ആക്ച്വൽ ക്യാപിറ്റൽ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം, ഒരാളുടെ 90,000 മറ്റൊരാളുടെ 30,000 ആക്ച്വൽ ക്യാപിറ്റൽ പ്രോബ്ലത്തിൽ തന്നു. ഇനി നമ്മൾ എന്ത് കണ്ടെത്തി? ഓരോരുത്തരുടെയും പുതിയ ക്യാപിറ്റൽ കണ്ടെത്തി. ആ പുതിയ ക്യാപിറ്റൽ കണ്ടെത്താനാണ് ഇതെല്ലാം ചെയ്തത്. പുതിയ ക്യാപിറ്റൽ കണ്ടെത്താൻ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടു, പുതിയ റേഷ്യോ കണ്ടു, ആ ടോട്ടൽ ക്യാപിറ്റലിനെ അവരുടെ പുതിയ ഷെയർ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ന്യൂ ക്യാപിറ്റൽ കിട്ടി. അപ്പം ന്യൂ ക്യാപിറ്റൽ മുമ്പ് കണ്ടെത്തിയത് എന്തൊക്കെയായിരുന്നു? ഷാനുവിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 80,000 എന്നും വിനുവിന് 40,000 നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പോൾ ആ കണ്ടെത്തിയ ക്യാപിറ്റലാണ് ന്യൂ ക്യാപിറ്റൽ. ഇത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കാം. ഷാനുവിൻ്റെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അയാൾക്കുള്ള യഥാർത്ഥത്തിൽ അയാൾക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ട്? 90,000 ഉണ്ട്. അയാളുടെ ക്യാപിറ്റൽ എത്ര മതി? ന്യൂ ക്യാപിറ്റൽ എത്രയാണ്? 80,000 ആണ്. അപ്പോൾ കൂടുതലാണോ കുറവാണോ ഇപ്പോൾ ക്യാപിറ്റൽ? നമുക്കറിയാം ആക്ച്വൽ യഥാർത്ഥത്തിൽ 90,000 ഉണ്ട്, 80,000 മതി. അപ്പോൾ 10,000 സർപ്ലസ് ആണ്, അധികമാണ്, എക്സസ് ആണ് അല്ലേ? ഇനി വിനുവിൻ്റെ കാര്യത്തിലോ അയാൾക്ക് യഥാർത്ഥത്തിൽ 30,000 രൂപയാണ് ക്യാപിറ്റൽ ആയിട്ടുള്ളത്. അയാൾക്ക് വേണ്ട ക്യാപിറ്റൽ ന്യൂ ക്യാപിറ്റൽ എത്രയാണ്? 40,000 ആണ്. അപ്പോൾ കൂടുതലാണോ കുറവാണോ? കുറവാണ് അല്ലേ? 30,000 ഉള്ളൂ, വേണ്ടത് 40,000 ആണ്. എത്രയാണ് കുറവുള്ളത്? 10,000 രൂപയാണ്. അതെന്താണ്? ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സർപ്ലസും ഡെഫിഷ്യൻസിയും കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ടേബിൾ തയ്യാറാക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നേരിട്ട് കണ്ടെത്തിയാലും മതി. അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് ന്യൂ ക്യാപിറ്റൽ കണ്ടെത്തണം, അതിനുശേഷം സർപ്ലസും ഡെഫിഷ്യൻസിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയും തയ്യാറാക്കണം. ആ രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ത്രൂ ക്യാഷ്, ക്യാഷ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞു. സർപ്ലസ് ആണെങ്കിൽ ക്യാഷ് അത്രയും തുക പിൻവലിക്കും അല്ലേ? ഇവിടെ ആർക്കാണ് സർപ്ലസ്? ഷാനുവിന് 10,000 രൂപ കൂടുതലാണ് അല്ലേ? അപ്പോൾ അത്രയും തുക അയാൾ പിൻവലിക്കും. അതിൻ്റെ ജേണൽ എൻട്രി ഷാനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അയാൾ എക്സസ് ക്യാപിറ്റൽ ഷാനു പിൻവലിച്ചു. വിനുവിൻ്റെ കാര്യത്തിൽ 10,000 കുറവാണ്. അപ്പോൾ അത്രയും കുറവുള്ളത് അയാൾ കൊണ്ടുവരും അല്ലേ? കൊണ്ടുവരുമ്പോൾ എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു വിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. വിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. വിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ദാറ്റ് ഈസ് ഡെഫിഷ്യൻസി ബ്രോട്ട് ഇൻ ബൈ വിനു. ക്യാപിറ്റലിലെ കുറവ് വിനു കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അധികമുള്ള ക്യാഷ് പിൻവലിക്കുന്നു, കുറവുള്ള ക്യാഷ് കൊണ്ടുവരുന്നു. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ത്രൂ ക്യാഷ്. ഇനി മറ്റൊരു രീതി കൂടി നമ്മൾ പറഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റ് ത്രൂ കറൻറ്റ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ടിലൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ജേണൽ എൻട്രിയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ ക്യാഷ് അക്കൗണ്ട് എന്നുള്ളിടത്ത് കറൻറ്റ് അക്കൗണ്ട് എന്നാവുന്നു മാത്രം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ജേണൽ എൻട്രി? ഷാനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷാനൂസ് കറൻറ്റ് അക്കൗണ്ട്. വെറും കറൻറ്റ് അക്കൗണ്ട് ഇതുപോലെ ഷാനൂസ് കറൻറ്റ് അക്കൗണ്ട് 10,000. അപ്പോൾ എക്സസ് ക്യാപിറ്റൽ കറൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു വിനു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നായിരുന്നു. ക്യാഷ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറൻറ്റ് അക്കൗണ്ടിലാവുമ്പോൾ വിനൂസ് കറൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെഫിഷ്യൻസി ട്രാൻസ്ഫർ ടു കറൻറ്റ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ടിലേക്ക് ഡെഫിഷ്യൻസി ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ്
കറണ്ട് അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ജേണൽ എൻട്രി വിശദീകരിച്ചു. അപ്പോൾ എക്സാമിനേഷനൊക്കെ ചില വർഷങ്ങളിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. 5 മാർക്കിനും 8 മാർക്കിനൊക്കെ എസ്എ ക്വസ്റ്റ്യനായിട്ട് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ പ്രോബ്ലത്തിലൂടെ നമ്മൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വിശദീകരിച്ചു. ആ സ്റ്റെപ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ പാഠഭാഗം വളരെ ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അത്തരം പ്രത്യേക സ്റ്റെപ്സുകളൊക്കെ നൽകിയത്. നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുന്നത് പോലെ ചെയ്തു പോയാൽ മതി. പ്രത്യേകം സ്റ്റെപ്സുകൾ എഴുതി തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ 2 രീതിയിലുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, ഓൺ ദി ബേസിസ് ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പുതിയ പങ്കാളിയുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കി ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണിത്. ഈ മെത്തേഡ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അഡ്മിഷൻ സമയത്തും റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തിൻ്റെ കേസിലും ഉണ്ട്. അതുതന്നെ പലപ്പോഴും പല വർഷങ്ങളിലും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തുമായി ബന്ധപ്പെട്ടോ ഉണ്ടാവാറുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഏകദേശം അത് സോൾവ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഒരേപോലെയാണ്. പ്രത്യേകിച്ചും സർപ്ലസോ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിയൊക്കെ അഡ്മിഷനിലുള്ളതുപോലെ തന്നെയാണ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്തിലും ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയാൽ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് എന്ന ചാപ്റ്ററിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസിനായിട്ട് നൽകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A and B are partners sharing profit in the ratio of 3:2. They admit C. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കി എഴുതിയെടുക്കുക. നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലത്തെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. അവിടെ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ടു ബി ബ്രോട്ട് ഇൻ ബൈ ഓർ ടു ബി പെയ്ഡ് ഓഫ് എ ആൻഡ് ബി. എയും ബിയും കൊണ്ടുവരികയാണോ പിൻവലിക്കുന്ന ക്യാഷ് എത്രയാണെന്ന് കണ്ടെത്തുക, അതിൻ്റെ ജേണൽ എൻട്രി തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ത്രൂ ക്യാഷായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം, ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തണം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ക്യാപിറ്റൽ കിട്ടുന്ന അതിൻ്റെ ആൻസർ ഒന്നും കൂടി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ടോട്ടൽ ക്യാപിറ്റൽ 1,20,000 എന്ന് കിട്ടും. ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 9:6:5 എന്ന് കാണാൻ കഴിയും. എയുടെ ന്യൂ ക്യാപിറ്റൽ, ബിയുടെ ന്യൂ ക്യാപിറ്റലും എയുടെ ക്യാപിറ്റലിലെ സർപ്ലസ് എത്രയാണ്, ബിയുടെ ക്യാപിറ്റൽ ഡെഫിഷ്യൻസി എത്രയാണ് എന്നൊക്കെ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക, അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലേ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി തൊട്ട് മുമ്പുള്ള അതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 8 മാർക്കിന് ഒരു പ്രീവിയസ് എക്സാമിനേഷന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ഇവിടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്, ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, 5ൻ്റെ ന്യൂ ക്യാപിറ്റൽ, മഞ്ജുവിൻ്റെ ന്യൂ ക്യാപിറ്റൽ, 5ൻ്റെ ക്യാപിറ്റലിൻ്റെ സർപ്ലസ്, മഞ്ജുവിൻ്റെ ക്യാപിറ്റലിൻ്റെ ഡെഫിഷ്യൻസി, ഇത്രയുമാണ് നിങ്ങൾക്ക് ആൻസറായിട്ട് ലഭിക്കുക. അത് കംപ്ലീറ്റ് ചെയ്തു നോക്കുക. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റ് പ്രോബ്ലം ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരൊറ്റ പ്രോബ്ലത്തിലൂടെയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചർച്ച ചെയ്തത്. അത് തന്നെ ധാരാളമാണ്. ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും ഉണ്ടാവാറുള്ളൂ. 2 വ്യത്യസ്ത എക്സാമിനേഷന് വന്ന 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സസൈസായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷനുണ്ട്, ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൃത്യമായി ഞാൻ മറുപടി നൽകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പിലോ മറ്റോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ നൽകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.